തൃശൂർ നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയോടെയാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമായത്. സിറാജ് റൌണ്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ പങ്കെടുത്തത് ആയിരങ്ങളാണ്. തനിക്കെതിരെ ബോധപൂർവമായ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും സുരേഷ് ഗോപി ന്യൂസ് 18നോട് പ്രതികരിച്ചു. തൃശൂരിനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോയോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം അത് എടുത്തു പറയേണ്ടതാണ്. വൈകിട്ട് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയം മുതൽ പ്രവർത്തകർ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നു. വലിയ രീതിയിൽ തന്നെ പ്രവർത്തകർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അത് തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെ തൃശൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പ്രവർത്തന മേഖല വിപുലപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ പ്രവർത്തകർ ഏറ്റു പറയുന്നു. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അത് ഗുണം ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് BJP പ്രവർത്തകരടക്കമുള്ളത്. സുരേഷ് ഗോപിയുടെ ഒരു താരമൂല്യം ഇതെല്ലാം തന്നെയും ഇതിന് ഗുണം ചെയ്യുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. എന്തായാലും തൃശൂരിൽ സംസ്ഥാനം തന്നെയും അതല്ലെങ്കിൽ രാജ്യം തന്നെയും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു ത്രികോണ മത്സരത്തിനാണ് തൃശൂരിൽ കളമൊരുങ്ങുന്നത്. കാരണം ദേശീയ നേതാക്കളടക്കം പ്രധാനമന്ത്രി അടക്കം അമിത്ഷാ അടക്കം തൃശൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കൂടുതൽ ശ്രദ്ധ മണ്ഡലത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കേന്ദ്രീകരിക്കുന്നതിനെല്ലാം തന്നെ സഹായകരമായിരുന്നു. വലിയ ആത്മവിശ്വാസമാണ്, തുടക്കമാണ്. ഇത് ജയിച്ചു വന്ന് ഒരു വിജയാഹ്ലാദ പ്രകടനം നടത്തുമ്പോഴും ഇത് എത്രയോ മടങ്ങായി ആഹ്ലാദവും ആവേശവും വർദ്ധിക്കണം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. പ്രവർത്തകർ മാത്രമല്ല, നിങ്ങൾ ചുറ്റും നോക്കൂ, ആരെയും കൊണ്ടുവന്നതല്ല, അവർ വന്നതാണ്. 5 വർഷത്തെ തിരുത്തലുണ്ട്. ആ തിരുത്തൽ നടക്കുമെന്ന് പറയുന്നതാണ് ആത്മവിശ്വാസം. അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാ. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ ആരെങ്കിലും അറിയിച്ചുകൊണ്ട് ചെയ്തതാണ്? ആരാ ഇത് അറിയിച്ചത്? ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തിട്ട് തരി പറക്കുന്നതാരാ? വിശ്വാസികളല്ല. വിശ്വാസികൾ ചെയ്യുന്നത് പോലെ ഞാനും എന്റെ കുട്ടിക്കാലം മുതലുള്ള ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എവർക്കൊക്കെ എവിടുന്നാ വരുന്നതെന്ന് അന്വേഷിച്ചോണം. ശക്തിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി തൃശൂർ മാറുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടത് മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനമാകുമെന്ന് കരുതുന്ന TN പ്രതാപൻ, ഇവരെല്ലാം തന്നെ മത്സരരംഗത്ത് നിറയുന്നതോടെ ശക്തിയേറിയ ത്രികോണ മത്സരത്തിനാണ് തൃശൂരിൽ കളമൊരുങ്ങുന്നത്. അതിന് റോഡ് ഷോയോടുകൂടിയ ഒരു കടന്നുവരവോടുകൂടി ഇപ്പോൾ സുരേഷ് ഗോപി തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. തുടർ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തൃശൂരിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.